BJP NDAക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പാർട്ടിയുടെ പേരിലും എല്ലാവരുടെ പേരിൽ വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വിജയത്തിന് പിന്നിൽ വികസിത കേരളം ടീം വികസിത കേരളം ഓരോരോ സഹപ്രവർത്തകരുടെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനം ആണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമതൊരു പൊളിറ്റിക്കൽ മെസ്സേജ്, രാഷ്ട്രീയ മെസ്സേജ്. ആർക്കൊരു സംശയമില്ല, LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDFന്റെ പരാജയമാണെന്ന്. അവരുടെ അഴിമതി, അവര് ശബരിമലയെ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിന്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷന്റെ കാലമാണ്. നമ്മൾ ഇവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിന്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു. മാറാത്തത് ഇനി മാറുന്ന ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിൽ മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. നമ്മുടെ ഈ ആഘോഷം രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ആണ് നമ്മൾ കേട്ടത്. തലസ്ഥാനത്ത് ഭരണം ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് ആ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്നത്. 10 വർഷത്തെ ഭരണത്തിനേറ്റ തിരിച്ചടിയാണ്. UDFന്റെ വിജയത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ഇപ്പോൾ താൽക്കാലികമായ നേട്ടം മാത്രമായി കണക്കാക്കിയാൽ മതിയെന്നും ആധികാരികമായ വളർച്ച BJPക്കാണ് എന്നും BJP വരുന്ന നാളുകളിൽ ഇതാ ഇപ്പോൾ ശ്രീലേഖ EPS വിജയക്കൊടി പാറിക്കുന്നു BJPയുടേത് എന്നുള്ളതാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയ ശ്രീലേഖ EPS പിന്നീട് മുന്നിലെത്തുകയും അങ്ങനെ വിജയിക്കുകയുമായിരുന്നു. ഇപ്പോഴിതാ BJP ആസ്ഥാനത്ത് വലിയ ആഘോഷം കാണാൻ സാധിക്കുന്നു. അതിന്റെ ഭാഗമാകുന്നു സംസ്ഥാനത്തെ മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എന്നതുകൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നൃത്തം വെച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം കൂടിയാണ് മാരാർജി ഭവന്റെ മുന്നിൽ നിന്ന് കാണുന്നത്. നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ NDA സർക്കാർ മുന്നോട്ട് വെച്ച വികസന പദ്ധതിയുടെ അംഗീകാരം കൂടിയാണ് ഈ നേടിയ വലിയ വിജയം. UDF 2010 ശേഷം നടത്തിയ വലിയ മുന്നേറ്റത്തെ പോലും ഒരുപക്ഷെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ കോർപ്പറേഷൻ ഈ ഭരണം, തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുന്നതിലെ NDA മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടിയാണ് ഈ മിനിറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. NDA അമാന്ത്രിക സംഖ്യയ്ക്ക് അടുത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ്. 51 സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് ഭരണം പിടിക്കാൻ വേണ്ടത്. പക്ഷേ 49-50 എന്ന നിലയിൽ ആ മാന്ത്രിക സംഖ്യയിലേക്ക് തൊട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവിടെയാണ് സ്വതന്ത്രരെ അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് ഭരണം ഉറപ്പിക്കുമോ NDA എന്നത്. LDF
എഫിന്റെ നില മെച്ചപ്പെടുന്നു. LDF 28 എന്ന നിലയിലേക്ക് അവരുടെ സംഖ്യ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് അവരുടെ ബലം, അതായത് 51ലേക്ക് കടക്കാൻ പറ്റാത്തത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ടാലി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് NDA മാറുന്നു. NDA സഖ്യം ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ CPIM നേതൃത്വം നൽകുന്ന LDFന് 28 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു അധികാരത്തിലിരുന്ന മുന്നണി എന്നതാണ് എടുത്തു പറയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് നില ഇരട്ടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ആശ്വാസകരമാണ്. അപ്പോഴും ശബരിനാഥിനെ പോലെയുള്ളവരെ മത്സര രംഗത്ത് ഇറക്കിക്കൊണ്ട്, മേയർ സ്ഥാനാർത്ഥിയായി ഇറക്കിക്കൊണ്ട് വലിയ തിരിച്ചുവരവിന് ശ്രമിച്ച കോൺഗ്രസിന് അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഇക്കുറിയും സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന തിരുവനന്തപുരത്ത് വ്യക്തമായ മേൽക്കൈയും ആധിപത്യവുമാണ് BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഭരണം ഉറപ്പിക്കുന്നുണ്ട് NDA. 50 സീറ്റുകളിൽ വിജയം എന്നതായിരുന്നു നേരത്തെ S. സുരേഷ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ആധികാരികമായ വിജയം. K. മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തൃശൂരിലെ വലിയ നേട്ടമടക്കം മുരളീധരൻ പരാമർശിക്കാതെ പോകില്ല. മുരളീധരൻ തിരുവനന്തപുരത്ത് അടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അവിടെ ഇതാ വൈഷ്ണ ഉൾപ്പെടെയുള്ളവർ വിജയിച്ച സ്ഥാനാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടാണ് K. മുരളീധരന്റെ തുടക്കം. വൈഷ്ണ ഹൈക്കോടതി അടക്കം കയറിയ സാഹചര്യത്തിൽ വലിയ പിന്തുണയും ഒപ്പം നിൽക്കുകയുമായിരുന്നു മുരളീധരൻ എന്നതാണ്. സീറ്റുകളുടെ എണ്ണം ഇരട്ടിപ്പിക്കാൻ സാധിച്ചു എന്നത് തീർച്ചയായും മുരളീധരന് അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊന്നും കോൺഗ്രസിനെ തളർത്തില്ല എന്ന് ആവർത്തിച്ചു പറയുകയും ഇടതുപക്ഷത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്ത നേതാവ് കൂടിയാണ് K. മുരളീധരൻ. റിസൾട്ട് കേരളത്തിൽ മൊത്തം UDFന് നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായി. അടുത്ത ഗവൺമെന്റ് UDF ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നഗരസഭകളിൽ CPMന് ആകെ ചെറിയ ഒരു ലീഡെന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഏത് നേരത്തെ മാറി മറിയാൻ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ UDFന് നല്ല, ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു കുതിച്ചുചാട്ടം UDFനുണ്ടായി. അടുത്ത ഗവൺമെന്റ് UDF ആയിരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഈ CPMഉം BJPയും PM ശ്രീയിലൊക്കെ ഒപ്പിട്ടോടുകൂടെ BJP തൊട്ടുകൂടാത്തവരല്ല എന്നൊരു ഫീലിംഗ് CPMകാർക്കുണ്ടായി. അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ BJPക്ക് ഏതാണ്ട് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. പക്ഷേ UDFന്റെ പ്രകടനം മോശമല്ല. 2 മല്ലന്മാർക്കിടയിൽ നന്നായി പിടിച്ചു നിൽക്കാൻ UDFന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട്, കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തിനേക്കാൾ ഇരട്ടി സീറ്റ് ഇത്തവണ വിജയിച്ചു. അപ്പോൾ ഈ